എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി ഇതാ കേട്ടോ. ഇത് തന്നെയല്ല, ഇതിൻ്റെ കൂടെ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് റാഗി പുട്ടുണ്ടാക്കാം. റാഗിയും അരിപ്പൊടിയും കൂടെ ചേർത്ത പുട്ട്. അപ്പോൾ നമുക്കിത് കൂടെ കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇടാം, ഒന്ന് കറക്കിയെടുക്കാം. അരിപ്പൊടിയും അല്പം വെള്ളം ഉപ്പും ഒക്കെ ചേർത്ത് നമുക്ക് അരിപ്പൊടി റാഗിപ്പൊടി ഒരേ അളവിലെടുക്കാം. ഒരു കൈ ഒരു 1.5 സ്പൂൺ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. അത്രയും തന്നെ അരിപ്പൊടി എടുക്കാം. ഇനി ഇത് ഒരു കുറച്ച് തേങ്ങയും ഉപ്പും ഒക്കെ ചേർത്ത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിക്കൊണ്ടുവരാം. അല്പം ഉപ്പും കുറച്ച് തേങ്ങ നിർബന്ധമില്ല, പക്ഷെ ഇട്ടാൽ ടേസ്റ്റ് കൂടും. ഇനി നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ട് ഒന്ന് കറക്കിയെടുക്കാം. ഒരു ചെരുവ് എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ മിക്സിക്കകത്തിട്ട് 1 സെക്കൻഡ് കറക്കിയെടുത്താൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും. ഇനി അല്പം തേങ്ങ ചേർത്ത് ഒന്നും കൂടെ നമുക്ക് തിരുമ്മി യോജിപ്പിക്കാം. എവിടെയെങ്കിലും കട്ട കാര്യമായിട്ടില്ല, എന്നാലും ഉണ്ടെങ്കിലൊന്ന് എല്ലാം റെഡി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പ്രഷർ കുക്കറിൻ്റെ മുകളിൽ വെച്ചാണ് പുഴുങ്ങിയെടുക്കുന്നത്. അപ്പം കുറ്റി എടുത്തുകൊണ്ട് വരും. ഗ്യാസ് കുറ്റിയല്ല കേട്ടോ. ഇപ്പോൾ കുറ്റി എന്ന് പറഞ്ഞാൽ ഗ്യാസ് കുറ്റി. ഏറ്റവും വിലയുള്ള സാധനം നമുക്ക് ഇന്ന് എന്താണെന്ന് ചോദിച്ചാൽ അത് ഗ്യാസ് കുറ്റിയാണെന്ന് പറയില്ലേ, അത്ര അവസ്ഥയായിട്ടുണ്ട്. കുറ്റി എടുത്തുകൊണ്ട് വന്നു. നമുക്കതിനകത്തേക്ക് അല്പം തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന റാഗി അരി പൊടി മിക്സ് ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് ഒന്നും കൂടെ തേങ്ങ ഇട്ട് കൊടുക്കാം. നാര് നിറഞ്ഞതും പ്രോട്ടീൻ നിറഞ്ഞതും പിന്നെ ധാതുക്കളും മിനറൽസും എല്ലാം നിറഞ്ഞതാണ് റാഗി. കൊച്ചു കുട്ടികൾക്കൊരു സമ്പൂർണ്ണ ആഹാരമാണ് അല്ലേ. മുലപ്പാൽ കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കൊടുക്കുന്നത് റാഗിയാണ്. അപ്പോൾ അതിൻ്റെ ഗുണം അതിൽ നിന്ന് തന്നെ ഉപയോഗിക്കാം. അതുപോലെ ദോഷം കുറവുമായിരിക്കും. നമ്മുടെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്തില്ലെങ്കിലും നമ്മൾ കുത്തിച്ചടിക്കുമ്പം ഉടഞ്ഞു പോകും. ഒത്തിരി പ്രസ് ചെയ്താൽ ആവി കയറി വരാൻ താമസം എടുക്കുകയും ചെയ്യും. നമുക്ക് നമ്മുടെ ആവി വരുന്ന ഇനി നമുക്കിത് ആവി വരുന്ന കുക്കറിൻ്റെ മുകളിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം. കുക്കറിൽ വെള്ളം തിളച്ച് ആവി വരുന്നുണ്ട്. നമുക്കിവിടെ വെച്ച് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഇതിവിടെ ഇരുന്ന് വേഗട്ടെ, വെയിറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തത് നമുക്ക് ആ സമയത്തിന് എടുത്ത് വയ്ക്കും. ഞാൻ ഈ കുറ്റി എടുത്തിട്ടുണ്ട്. ചിരട്ടപ്പുട്ട് അടുത്തുണ്ട്. ഇവിടെ പുട്ടിന് ആവി വരുന്നുണ്ട്. നമുക്കൊന്ന് എടുത്ത് നോക്കാം. എന്നിട്ട് ഇത് വെയിറ്റ്
ചില്ല് ചെരിഞ്ഞ് പോയി. ഓ, ഇനി അതൊന്ന് നേരെ വരണമെങ്കിൽ നമുക്ക് എങ്ങനെയും കുത്തിച്ചടിക്കാമല്ലോ. നമുക്ക് കഴിക്കാം. ഒരു കഷ്ണം പുട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കതിൻ്റെ അകത്ത് അല്പം കറിയും കൂടെ വെച്ചിട്ട് കഴിക്കാം. റാഗിയുടെ ഗുണങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും റാഗി, ദിവസമാണെങ്കിൽ നല്ലതാണ്, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും റാഗി നിർബന്ധമാക്കിയിട്ട് നമുക്ക് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തി അയണിൻ്റെയും വിറ്റമിൻ്റെയും ഒക്കെ കുറവുകൾ പരിഹരിക്കും. അപ്പം പോർക്കും റാഗി നല്ല കോമ്പിനേഷൻ കേട്ടോ. പോർക്ക് കഴിക്കുന്നവർക്കൊക്കെ ട്രൈ ചെയ്യാം. ഇഷ്ടമില്ലാത്തവർ മുട്ടയോ ചിക്കനോ പഴമോ വെജിറ്റബിൾ സ്റ്റൂ ഒക്കെ കൂട്ടി റാഗി കഴിക്കുക.